ഞാൻ കരുതുന്നത് കേരളത്തിലെ ഹിന്ദുത്വവാദത്തിൻ്റെ വളർച്ചയിൽ ഇംഗ്ലീഷ് മീഡിയത്തിന് വലിയ പങ്കില്ല. കാരണം മലയാളം പഠിച്ചാൽ മാത്രമേ നിങ്ങൾ കുമാരനാശാൻ അറിയുള്ളൂ, ചങ്ങമ്പുഴ അറിയുള്ളൂ, തകഴി അറിയുള്ളൂ, തോട്ടിയുടെ മകൻ അറിയുള്ളൂ, സാറാ ജോസഫിനെ അറിയുള്ളൂ. അല്ലേ? നിങ്ങൾക്ക് തൊഴിൽ തരുന്നത് സാധാരണക്കാരനെ സേവിക്കാനാണ്. ഈ സാധാരണക്കാരൻ്റെ ഭാഷ പഠിക്കാൻ തയ്യാറില്ലാത്തവർ നിങ്ങൾ കേരളത്തിന് പുറത്ത് ജോലി ചെയ്താണ്. അത്രേ ഉള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാട്, സർവകലാശാലകളൊക്കെ തന്നെ ഇപ്പം AI വരുന്നതോടുകൂടി, നിർമ്മിത ബുദ്ധി വരുന്നതോടുകൂടി ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന സർവകലാശാലകൾ കേരളത്തിൽ അപ്രത്യക്ഷമാവുന്ന എൻ്റെ അഭിപ്രായം. കാരണം ഒറിജിനൽ അവിടെ കിടക്കുന്നു. കേരളത്തിലെ ബുദ്ധിജീവികൾക്ക് പലർക്കും മലയാള പ്രസ്ഥാനത്തിലുള്ള പുച്ഛത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയാം. ഈ ഫൂക്കോ, ലക്കാൻ, ദറിദ തുടങ്ങിയവർ മലയാളത്തിന് വേണ്ടി വാദിക്കാത്തതാണ്. അതേസമയത്ത് സിമോൺ ദി ബൂവെ, ഹെലൻ സെക്സ് തുടങ്ങിയ പേരുകൾ അവിടുന്ന് കോട്ട് ചെയ്യാനുള്ളതുകൊണ്ട് സ്ത്രീവാദം പറയാൻ കുഴപ്പമൊന്നുമില്ല, ബുദ്ധിജീവികൾക്കും പറയാം. ഇംഗ്ലീഷ് എന്നൊരു കൊളോണിയൽ ഭാഷയോടുള്ള വിധേയത്വം മലയാളികൾക്ക് പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഈയിടെ നടന്നൊരു കാര്യം വെച്ച് ഞാൻ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കേന്ദ്രമന്ത്രിയായിട്ട് പോയ സുരേഷ് ഗോപി, അദ്ദേഹം ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് പല സോഷ്യൽ മീഡിയയിലുള്ള പല വീഡിയോസിൻ്റെ താഴെയും ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യത്തെ പറ്റിയും ഇംഗ്ലീഷിലുള്ള ഫ്ലുവൻസിയെ പറ്റിയിട്ടും മലയാളികൾ തന്നെ പറയാണ്. അതേസമയം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മന്ത്രി ബിന്ദു അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കുറച്ച് പുറകിലാണ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ആളാണോ ഈ വകുപ്പിൽ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ അപമാനിക്കുന്ന തരത്തിലുള്ള കമൻറ്റും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അപ്പോൾ ഈ കാലം ഇത്ര കഴിഞ്ഞിട്ടും മലയാളിക്ക് ഇംഗ്ലീഷിനോടുള്ളൊരു വിധേയത്വം, അതുപോലെ തന്നെ മലയാളത്തിനോടുള്ളൊരു പുച്ഛഭാവവും നിലനിൽക്കുന്നുണ്ട്. അതെന്താണ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മലയാളി മാറാത്തത്? അതായത് 100-200 കൊല്ലക്കാലത്തെ അധിനിവേശം നടന്നില്ല ഇംഗ്ലീഷിന്. അത് ഒരൊറ്റയടിക്ക് തൂത്താ പോവില്ലല്ലോ. അതിനെതിരെയുള്ള വലിയ സമരങ്ങളിലൂടെ മാത്രമേ അത്തരത്തിലുള്ള വിധേയത്വം പോവുള്ളൂ. മറ്റൊന്ന്, ഇംഗ്ലീഷിനെ കൊളോണിയൽ ഭാഷ എന്ന് മാത്രം അല്ല ഞാൻ പറയാം. അങ്ങനെയൊക്കെ കരുതുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അംഗ്രേസി ഹഠാവോ എന്നുള്ള മൂവ്മെൻ്റ് ആയിരുന്നു ലോഹ്യ. ഇംഗ്ലീഷിനെതിരെ വലിയ മൂവ്മെൻറ്റ് നടത്തിയ ആളാണ്. ഞാൻ ആ നിലപാടിനോട് യോജിപ്പില്ലാത്ത ആളാണ്. ലോഹ്യയോട് എനിക്ക് ഒരുപാട് കാര്യത്തിൽ ഐക്യമുണ്ട്. ഇംഗ്ലീഷിനെ സമ്പർക്ക ഭാഷയും കൂടിയിട്ട് കാണണം. അതിന് 2 റോളുണ്ട്. ഒന്ന് അധിനിവേശ ഭാഷയായിരുന്നു, രണ്ടാമത് സമ്പർക്ക ഭാഷയാണ്. കാരണം നമുക്ക് മറ്റിപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ നിങ്ങൾക്കിപ്പോൾ നേരിട്ടൊരു, ഞാനിപ്പോൾ വായിക്കുന്ന അറിയാമല്ലോ, എല്ലാ പുസ്തകങ്ങളിലും ഒരു വലിയ ശതമാനം ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. അത് സമ്പർക്ക ഭാഷ എന്നുള്ള നിലക്കുള്ള, ലൈബ്രറി ഭാഷ എന്നുള്ള നിലക്കുള്ള അതിൻ്റെ സ്ഥാനം, അത് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്കൊരു അസറ്റാണ്. അതുകൊണ്ടാണ് ഡിഗ്രി തലം വരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് മലയാള ഐക്യവേദി, ഐക്യമലയാള പ്രസ്ഥാനം ഇതില്ലാത്തത്. അതേസമയത്ത് ലോഹ്യയിസ്റ്റുകൾ ഒരു കാലത്ത് 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് തോറ്റാലും 10ാം ക്ലാസ് പാസ്സായതായി കണക്കാക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിലൊരു ശരിയുണ്ട്, ഇല്ലെന്ന് പറഞ്ഞൂടാ. പക്ഷേ കാരണം ഇംഗ്ലീഷ് ഇല്ലാത്ത ഒരാൾക്ക് സൈൻ തീറ്റയും കോസിറ്റയും അറിയില്ലെങ്കിലും കേരളത്തിൽ ജീവിക്കാമല്ലോ, അല്ലേ എന്നതുപോലെ അവരുടെ വാദം. ഞാൻ അതിനും തൽക്കാലം യോജിക്കുന്നില്ല. കേരളത്തിൽ ഇപ്പോൾ കൊടുക്കുന്ന ഇംഗ്ലീഷിനാണ് ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ പൊതുവിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷാണ്. അതിനെ തടസ്സപ്പെടുത്തേണ്ടതില്ല എന്നുള്ള നിലപാടാണ് നമുക്കുള്ളത്. അത് സമ്പർക്ക ഭാഷ എന്നുള്ള നിലക്കാണ്. അപ്പോൾ സമ്പർക്ക ഭാഷ എന്നുള്ള നിലയിൽ ഇംഗ്ലീഷിൻ്റെ സ്ഥാനം അംഗീകരിക്കണം. ഹിന്ദിയുടെ സ്ഥാനം ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായി. ഇപ്പോൾ ചില ഭാഷ പ്രസ്ഥാനക്കാരി തമിഴ്നാട് പോലെ ഇവിടെ ഹിന്ദി വേണ്ട എന്നുള്ളത് ഞാൻ നിലപാടിൻ്റെ എതിരാളിയാണ്. കാരണം മലയാളിക്ക് ഹിന്ദി പഠിക്കുന്ന ഒരു അഡീഷണൽ അസറ്റാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എവിടെയാണ് കുഴപ്പമെന്ന് വെച്ചാൽ ഇത് മലയാളം പഠിച്ചിട്ട് വേണം ഇതിനോട് കൂട്ടിച്ചേർക്കാൻ. ഏറ്റവും ചെറിയൊരു അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ. മലയാളത്തിനോട് കൂട്ടിച്ചേർക്കണോ ഇത്, അതോ മലയാളം ഒഴിവാക്കിയിട്ടാണോ ഇത് പഠിക്കേണ്ടതെന്നുള്ളതാണ്. ഈ പറയുന്ന ആളുകൾ മലയാളം ഒഴിവാക്കിയിട്ട് വേണം അന്യഭാഷകൾ പഠിക്കാമെന്ന് പറയുന്നു. നമ്മൾ പറയുന്നത് മലയാളത്തോട് അന്യഭാഷകൾ കൂട്ടിച്ചേർക്കുകയാണ് വേണ്ടത്. സബ്ട്രാക്ഷൻ്റെ, കിഴിക്കലിൻ്റെ യുക്തിയും കൂട്ടലിൻ്റെ യുക്തിയാണ്. കൂട്ടലിൻ്റെ യുക്തിയല്ല എപ്പോഴും ജനാധിപത്യം, അതല്ലേ ബഹുസ്വരം. മറ്റത് ഏകവളത്തോട്ടല്ലേ. അപ്പോൾ ആ വ്യത്യാസം ഇതിൻ്റെ അകത്തേക്കുണ്ട്. അപ്പോൾ അത് ബിന്ദുവിൻ്റെ മാത്രമല്ലല്ലോ, കേരളത്തിൽ പാർലമെൻറ്റിൽ പോകുന്ന ആളുകളെ പറ്റിയിട്ടുള്ള പരിഹാസമൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം കാണിക്കുന്നത് തങ്ങളുടെ അകത്തെ കൊളോണിയൽ മനോ ക്ലിയർ അല്ലേ അത്. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഒരു കടയുടെ ബോർഡ്, ആകെ ഒരു ചെറിയ നാട്ടിൻപുറത്തൊരു കടയുടെ ബോർഡ് ഇംഗ്ലീഷിലാക്കുന്നതിന് എന്താ ന്യായം? കല്യാണക്കത്ത് ഇംഗ്ലീഷ് കൊടുക്കുന്നതിന് ന്യായം എന്താ? ബാക്കിയൊക്കെ പോട്ടെ, ബാക്കി എല്ലാത്തിനും അന്തർദേശീയ മാർക്കറ്റ്, പുറത്താണ് ജോലി എന്നൊക്കെ പറയാം. ഈ എഴുതുന്നവനും അറിയാത്ത ഇംഗ്ലീഷ് ഭാഷയിൽ കല്യാണക്കത്ത് കൊടുക്കുന്നതിന് മനഃശാസ്ത്രം എന്താ? കാരണം ഇംഗ്ലീഷ് അതിന് സൈക്കോളജി ഉണ്ട്. നമ്മളെ ഒരു മനുഷ്യനോട് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ പിന്നിലും ഒരു യുക്തി ഉണ്ടെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അതാണ് ലെസ്തേവ്സ്കി കുറ്റവും ശിക്ഷയിലും എന്താണ് ഒരു കുറ്റവാളി എന്താണെന്നാണ് പുള്ളി പഠിച്ചത്. അങ്ങനെ പഠിക്കണം നമ്മൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു ചിറക് വിരിച്ചതുപോലെ തോന്നും. ഒരു ഞാൻ അതിന് ഇൻഫ്ലേഷൻ എന്നൊരു വാക്ക് ഉപയോഗിക്കും, ഫ്രോയിഡ്. അതായത് നമ്മളൊന്ന് വലുതായത് പോലെ ഒന്ന് ബലം പിടിച്ച് ഒന്ന് വേറെ ഇൻ്റർനാഷണൽ ആണല്ലോ അത്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ്.
ഇപ്പോൾ നമ്മളിപ്പോഴും മോശക്കാരെ പിഗ്മികൾ എന്നാണ് ഉപയോഗിക്കുന്നത് അല്ലേ? പിഗ്മികൾ നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരാണ്, വെള്ളക്കാരുടെ പേരാണ്. അപ്പോൾ അതുകൊണ്ട് ആ മനോഭാവം, അതുകൊണ്ടാണ് കല്യാണ കത്ത് ഇംഗ്ലീഷിൽക്കാരനോടുകൂടി ഞാൻ വലിയൊരാളായി എന്നാണ് വരുന്നത്. പക്ഷേ അവര് അപ്പോൾ അതിനൊരു ഫംഗ്ഷനും ഇല്ലല്ലോ, വ്യക്തമാണല്ലോ, അതിന് ലക്ഷ്യമില്ലല്ലോ. ഇംഗ്ലീഷിൽ കടുത്ത് അവർക്കൊന്നും മനസ്സിലാവില്ല. അതിനൊരു തമാശയുണ്ട്. അതായത് ഒരു സാധാരണ ജോലി ചെയ്ത് നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്, ദരിദ്രനായ ഒരാളാണ്. അയാൾ കല്യാണ കത്ത് അടിക്കേണ്ടി വന്നപ്പോൾ അയാൾ പറഞ്ഞു ഒരു പ്രസ്സിൽ പോയിട്ട് ഇന്നയാളുടെ കല്യാണ കത്തുണ്ടല്ലോ അതേപോലെ തന്നെ അടിക്കണം, അത് ഇംഗ്ലീഷിലാണ്. വലിയ സമ്പന്നനായ ആളാണ്. കല്യാണ കത്ത് അടിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഈ കുറിക്കല്യാണമെന്ന് പറഞ്ഞ് പയറ്റെന്ന് പറയും. കാരണം കല്യാണത്തിൻ്റെ തലേ ദിവസം പിന്നെ ആളുകൾ ഈ പൈസ തരും, കല്യാണത്തിന് ചിലവും കൂടിയായിട്ടാണ്. അപ്പോൾ കൈൻഡ്ലി അവോയ്ഡ് പ്രസൻസ്, നിങ്ങളുടെ സാന്നിധ്യം മാത്രമാണ് സമ്മാനം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ ഇത് ആളുകൾ വായിച്ചിട്ട് ഒരു പൈസയും കൊടുത്തില്ല, മനസ്സിലായല്ലോ. ഇവരത് അറിയില്ല എന്താ ഈ അടിച്ചു വെച്ചെന്നുള്ളത്. അതേപോലെ വധുവിൻ്റെയും വരൻ്റെയും പേര് മാത്രം മാറ്റിയിട്ടാണ് അച്ചടിച്ചത്. അപ്പം ഞാൻ എന്നിട്ടും ആളുകൾ ഇംഗ്ലീഷിൽ അച്ചടിക്കുന്നതിൻ്റെ യുക്തി പഠിച്ചാൽ ഇംഗ്ലീഷ് വാദത്തിൻ്റെ കാര്യം മനസ്സിലാവും. കാരണം ഒരു കാര്യമില്ലെന്ന് മാത്രമല്ല, ലക്ഷ്യവും നടക്കുന്നില്ലല്ലോ, എന്നിട്ടും ഇംഗ്ലീഷിന് വേണ്ടി വാദിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ഇതിനെയാണ് അധിനിവേശം എന്ന് വിളിക്കുന്നത്. അല്ലാതെ ലൈബ്രറി പോയിട്ട് ഒരാൾ ഇംഗ്ലീഷ് പുസ്തകം വായിക്കുന്നതിനെതിരല്ല, ഇംഗ്ലീഷ് പഠിക്കുന്നതിനെതിരല്ല. പൊതുവിദ്യാഭ്യാസത്തിൽ ഇംഗ്ലീഷ് വരുന്നില്ല, എത്രത്തോളം ഇംഗ്ലീഷ് പഠിക്കുക അത്രയും നല്ലത്. പക്ഷേ ഇത് വേറെ കാര്യമാണ്. എൻ്റെയും നിങ്ങളുടെ ഇടയിൽ മാതൃഭാഷ കൊണ്ടുപോയിട്ട് ഹൃദയൈക്യത്തിന് പകരം ഒരു മറ സൃഷ്ടിക്കുകയാണ് ഇംഗ്ലീഷ് വഴി ഉണ്ടാകുന്നത്. നിങ്ങളെക്കാൾ വലിയ ആളാണ് ഞാൻ സ്ഥാപിക്കാൻ വേണ്ടി മാത്രം ഇംഗ്ലീഷ്. അതിനുവേണ്ടിയാണ് ഈ പാർലമെൻറ്റ് സാധാരണ അംഗങ്ങൾ. അത് പണ്ട് ഇയാളുണ്ടല്ലോ ഇമ്പിച്ചി ബാവ, ദേശീയ സമര നേതാവാണ്. ഇമ്പിച്ചി ബാവ പാർലമെൻറ്റിൽ ചൈനയിലേക്കൊരു പിന്നെ ഒരു ടീം പോകേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ലിസ്റ്റിൽ ഇമ്പിച്ചി ബാവ ഉണ്ട്, MP രാജ്യസഭാംഗം. അപ്പോൾ അന്നത്തെ ഉപരാഷ്ട്രപതി വലിയ ആളാണ്, പക്ഷേ രാധാകൃഷ്ണൻ, ഡോക്ടർ രാധാകൃഷ്ണൻ ആ ലിസ്റ്റിൽ നിന്ന് ഇമ്പിച്ചി ബാബുവിൻ്റെ പേര് വെട്ടി. അപ്പോൾ പേര് വെട്ടിയപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇംഗ്ലീഷ് അറിയില്ല ഇമ്പിച്ചി ബാബുക്ക്. രസം എന്താണെന്ന് വെച്ചാൽ രാധാകൃഷ്ണൻ ഓക്സ്ഫോർഡിൽ പഠിപ്പിക്കുമ്പോൾ ഇന്ത്യ ഉണ്ടാക്കിയ ആളാണ് ഇമ്പിച്ചി ബാബ. ആലോചിക്കേണ്ട കാര്യമാണ്. ഈ ഇമ്പിച്ചി ബാബുക്ക് ചൈനയിലേക്ക് പോകാൻ വകുപ്പില്ല. ചെറുകാട് അതിനൊരു കവിത എഴുതി, ഒന്നുണ്ട് കേൾക്കണം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു പിന്നെ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഇന്ത്യ സൃഷ്ടിക്കപ്പെട്ടത് സാധാരണ മനുഷ്യരാണ് ഇന്ത്യ സൃഷ്ടിച്ചതെങ്കിൽ അവരുടെ ഭാഷ എല്ലായിടത്തേക്കും കയറി ചെല്ലാൻ കഴിയണം. ഒരു ഭാഷ കയറി ചെല്ലുന്നിടത്താണ് സാധാരണക്കാരൻ കയറി ചെല്ലുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ 1885 മുതലുള്ള 915 വരെയുള്ള പ്രൊസീഡിങ്സ് മുഴുവൻ ഇംഗ്ലീഷിലാണ്. അവിടെ ആർക്കാ കയറി ചെല്ലാൻ കഴിയുക? പഴയ വലിയ വക്കീലന്മാർക്ക്, പത്രപ്രവർത്തകർക്ക്, നാട്ടിലെ വലിയ ജന്മിമാർക്ക് അല്ലേ. മഹാത്മാഗാന്ധി വന്നതിന് ശേഷമാണ് ഈ ഹിന്ദിയും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകൾ കയറി ചെന്നത്. നാട്ടിലെ കർഷകൻ കോൺഗ്രസ്സിലേക്ക് കയറി ചെന്നത്. അതുകൊണ്ട് ഭാഷയുടെ പ്രവേശം എന്ന് പറയുന്നത് ഒരു കാവുതി ഉണ്ടല്ല. അടിസ്ഥാനപരമായ ജനവിഭാഗം കടന്നു ചെല്ലുന്നത് ഭാഷയോടൊപ്പമാണ്. ഇത് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ പുച്ഛം വരുന്നതിൻ്റെ കാരണം. അപ്പോൾ അത് മാത്രമല്ല, പാർലമെന്റ്, രാജ്യസഭയിലും ലോകസഭയിലും മാതൃഭാഷയിൽ സംസാരിക്കാം. ഇപ്പം ശശി തരൂർ ഒഴികെ ആർക്കും എൻ്റെ അഭിപ്രായത്തിൽ മര്യാദയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല. അയാളുടെ മാതൃഭാഷ ഇംഗ്ലീഷ്, അതുകൊണ്ട് നല്ല കാര്യം. അത് ഒരു അസറ്റാണ്. നമുക്ക് മലയാളി എന്നുള്ള അയാളുടെ സാന്നിധ്യം നമുക്ക് അസറ്റായിട്ട് കരുതാം അങ്ങനെ. പക്ഷെ അതേസമയം ഇവർക്ക് മലയാളത്തിൽ പറയാലോ. മാത്രമല്ല ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞ പോലെ AI ഒക്കെ വന്ന കാലത്ത് നിങ്ങൾ മലയാളത്തിൽ പറയുമ്പോൾ മറ്റവർക്ക് മറ്റേത് ഭാഷയിലും കിട്ടുന്ന മറ്റുള്ള സംവിധാനമായി. ഇന്റർനെറ്റിൽ ഇപ്പോൾ അറിയാലോ, ഞാനിപ്പം മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിന്റെ സാന്നിധ്യം ഇല്ലാതെ ഒരു ചൈനീസിൽ പറയുന്ന എനിക്ക് മലയാളത്തിൽ പറയുന്ന ചൈനീസിലും അയാൾക്ക് കിട്ടുന്ന മറ്റും ലോകം തുറന്നു കഴിഞ്ഞു. ഇതറിയാത്ത ഏതോ ഭൂതകാലത്ത് ജീവിക്കുന്ന ആളുകളാണ് ഇംഗ്ലീഷിന് വേണ്ടി കരുതുന്നത്. തിരിച്ചാ, അതായത് മലയാളത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ പഴഞ്ചന്മാരും ഇംഗ്ലീഷിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ പുരോഗമനവാദികളെന്ന് കരുതുന്നത്. ലോകം മാറിയതറിയാത്ത പാരമ്പര്യവാദികളാണ് ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ വക്താക്കളായിട്ട് നിൽക്കുന്നത്, കേവല അധിനിവേശത്തിൻ്റെ വക്താക്കളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ പുച്ഛം എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗം. മറ്റൊന്നും കൂടി പറയാം, സുരേഷ് ഗോപിയുടെ പേരും കൂടി വന്നുകൊണ്ട് ഞാൻ കരുതുന്നത് കേരളത്തിലെ ഹിന്ദുത്വവാദത്തിൻ്റെ വളർച്ചയിൽ ഇംഗ്ലീഷ് മീഡിയത്തിന് വലിയ പങ്കിടുന്നതാണ്. കാരണം മലയാളം പഠിച്ചാൽ മാത്രമേ നിങ്ങൾ കുമാരനാശാനെ അറിയുള്ളൂ, ചങ്ങമ്പുഴയെ അറിയുള്ളൂ, തകഴിയെ അറിയുള്ളൂ, തോട്ടിയുടെ മകനെ അറിയുള്ളൂ, സാറാ ജോസഫിനെ അറിയുള്ളൂ അല്ലേ. ഇംഗ്ലീഷിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തറിയാം? മഹാഭാരതം അറിയാം അല്ലേ, രാമായണം അറിയാം. പാൻ ഇന്ത്യൻ ടെക്സ്റ്റുകളെ നിങ്ങൾ അറിയുള്ളൂ. 19-ാം നൂറ്റാണ്ടിൽ സംസ്കൃതം കൊണ്ടുണ്ടാക്കി ഇന്ത്യയെ തള്ളി മാറ്റിക്കൊണ്ടാണ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകൾ ഒരു ബഹുദേശീയത ഉണ്ടാക്കിയത്. നിങ്ങൾ മലയാളത്തെ തള്ളിയാൽ ഈ ബഹുദേശീയതകൾ പോവുകയും പാൻ ഇന്ത്യൻ ബാക്കിയാവുകയും ചെയ്യും. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളോടും സംസാരിച്ച് നോക്കൂ, അവർക്ക് തകഴിയെ അറിയില്ല, ദേവിനെ അറിയില്ല, ആശാനെ അറിയില്ല, കേസരി ബാലകൃഷ്ണപിള്ളയെ അറിയില്ല, സാറാ ജോസഫിനെ അറിയില്ല, രമനയെ ചിലപ്പോൾ ഈ ഇതൊക്കെ കൊണ്ട് അറിയായിരിക്കും.
ഇവർക്ക് അറിയുന്ന എന്താ? ഭീമനെ അറിയാം, അർജുനനെ അറിയാം, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ പൊളിറ്റിക്സ് എവിടത്തേക്കാ പോവാ? ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല ആരും. ഇത് ലോഹിയാൻ പണ്ട് തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. അതായത് നിങ്ങൾ ഒരു ഭാഷ എന്ന് പറയുന്നത് കേവലം ഒരു ഭാഷയല്ല, ഭാഷയിലൂടെ വിഭാവനം ചെയ്യപ്പെടുന്ന ഒരു സാംസ്കാരിക ഭൂപടമുണ്ട്. നിങ്ങൾ മലയാളം ഒഴിവാക്കിയിട്ട് ഇംഗ്ലീഷിലൂടെ ഇന്ത്യയെ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടെക്സ്റ്റുകൾ എന്താ? ടെക്സ്റ്റുകൾ രാമായണം, മഹാഭാരതം. CBSE ഉൾപ്പെടെ IIT ഉൾപ്പെടെ സംസ്കൃതം നിർബന്ധം. സംസ്കൃതം എന്ത് കിട്ടും നിങ്ങൾക്ക്? സംസ്കൃതം എവിടം വരെ നിങ്ങൾ എത്തിക്കും? സംസ്കൃത ഹിന്ദുത്വം വരെ നിങ്ങൾ എത്തിക്കും. അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ആ ബ്രാഹ്മണ കേരളീയത തള്ളിക്കൊണ്ടാണ് ഹിന്ദുലഹ പുറത്തേക്ക് വരുന്നത്. സൂര്യനമ്പൂരിനെ പുറത്താക്കിയിട്ടാണ് മാധവൻ പുറത്തേക്ക് വരുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ആ സൂര്യനമ്പൂരി തിരിച്ചു വരും ഇപ്പോൾ. അതുകൊണ്ടാണ് ബ്രാഹ്മണനായി ജനിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, അല്ലെങ്കിൽ അടുത്ത ജന്മം ബ്രാഹ്മണനാകാൻ വേണ്ടി താല്പര്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ സൂര്യനമ്പൂതിരിപ്പാടിൻ്റെ കാലത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രം തലസ്ഥാനത്ത് നിന്നാണ് അദ്ദേഹത്തിന് വോട്ട് കിട്ടിയത്. അതുകൊണ്ട് കേരളം മുന്നോട്ട് പോകും തോറും ഹിന്ദുത്വവൽക്കരണം ശക്തിപ്പെടുന്ന എൻ്റെ അഭിപ്രായം. കാരണം മലയാളമേ അറിയാത്ത, കേരള ഭൂപടം അറിയാത്ത, കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടം അറിയാത്ത, കേരളത്തിൻ്റെ മലയാളത്തിലെ കൾച്ചറൽ ക്യാപിറ്റൽ, സാംസ്കാരിക മൂലധനം എന്താണെന്നറിയാത്ത ആളുകളാണ് ഇനി നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്. വോട്ടിൻ്റെ ശതമാനം എടുത്തു നോക്കും. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമാണ് അവർക്ക് മുന്നേറ്റം വരുന്നത്, അല്ലേ? കോഴിക്കോട് ഉൾപ്പെടെ. കാരണം അവർക്കാർക്കും മലയാളം അറിയില്ല. ഇപ്പോൾ മാഷിനോട് അപ്പോഴും ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ രക്ഷിതാക്കള് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് തൊഴിലിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇംഗ്ലീഷാണ് അവർക്ക് പ്രധാനം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ അവർ കുട്ടികളെ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഇംഗ്ലീഷ് അവർ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളുള്ള രക്ഷിതാക്കളുണ്ട്, കൂടുതലാണ്. ഇപ്പം ഞാൻ തന്നെ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ അവരെല്ലാ കുട്ടികളും ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരൊറ്റ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അധികം പൊതുവിദ്യാലയങ്ങൾ എന്തിനാ തുടങ്ങിയത് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യത്തിൽ നിന്ന് തന്നെ മാറി ഇപ്പോൾ. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഇപ്പോൾ അവർ നമ്മളോട് പറയാണ്, അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. ഭാഷ എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് അല്ലേ. അതിപ്പോൾ ചോയ്സ് ആയതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ അവർ നമ്മളോട് പറയാന്നുണ്ടെങ്കിൽ അതിനെന്താണ് മാഷിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം? വളരെ നല്ല കാര്യം. മലയാളം പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവർ, അല്ലേ? നല്ല കാര്യം. പക്ഷേ കേരളത്തിൽ തൊഴിലെടുക്കാൻ വേണ്ടിയുള്ള അവകാശം ഉന്നയിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് തൊഴിൽ തരുന്നത് സാധാരണക്കാരനെ സേവിക്കാനാണ്. ഈ സാധാരണക്കാരൻ്റെ ഭാഷ പഠിക്കാൻ തയ്യാറില്ലാത്തവർ നിങ്ങൾ കേരളത്തിന് പുറത്ത് ജോലി ചെയ്താണ്, ഇത്രയേ ഉള്ളൂ. ഇത് പറയേണ്ടതാ ശരിക്കും പറഞ്ഞാൽ. മണ്ണിൻ്റെ മക്കൾ വാദമല്ല. കാരണം ബംഗാളി മലയാളം പഠിക്കുന്നുണ്ട്. ബംഗാളികളുടെ കുട്ടികൾ ഈ A+ ഒക്കെ നേടുന്നുണ്ട് മലയാളത്തിൽ പഠിച്ചിട്ട്. കാരണം നിങ്ങളൊരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് സർവീസ് എന്ന് തന്നെ പറയുക. നമ്മുടെ ഇപ്പോഴും നാടുവാഴിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഭരണകൂടത്തെ കാണുന്നത്. പ്രജായത്വം വന്നു കഴിഞ്ഞു, അതായത് ജനാധിപത്യം, പൗരന്മാരായി കഴിഞ്ഞു. പ്രജയിൽ നിന്ന് പ്രജ പ്രയോഗിച്ചില്ലാണ്, പ്രജയിൽ നിന്ന് പൗരനായി മാറിക്കഴിഞ്ഞു. ഈ പൗരരുടെ സേവനത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് നമ്മളെ ഉപയോഗിക്കുന്ന. മന്ത്രി എന്നുള്ള വാക്കിൽ പോലും പഴയ രാജഭരണത്തിന്റെ ബാക്കിയുണ്ട്. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ ഇപ്പോഴും നാടുവാഴ്ത്തത്തിന്റെ ബാക്കിയാണ്. നിങ്ങൾക്ക് തൊഴിൽ തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ആളുകളെ സേവിക്കാൻ വേണ്ടിയാണ്. അതിന്റെ ഭാഷ എന്താ ചോദ്യം? ആ ഭാഷ പഠിക്കാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിലില്ല, അത്രയേ ഉള്ളൂ. ഇവിടെ തിരിച്ചാ പറയുന്നത്. നാട്ടുകാരൻ്റെ ഭാഷ അറിയുന്ന അവന് പണിയില്ല, തലതിരിഞ്ഞാൽ കിടക്കുന്ന കാര്യങ്ങൾ. നിങ്ങളൊരു സർക്കാർ ഓഫീസിൽ കയറിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വലിയ സമ്പന്ന കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്? അതിൽ വലിയ മണിമാണികൾ കെട്ടി വെക്കാൻ വേണ്ടി, ബാങ്ക് ബാലൻസിന് വേണ്ടിയിട്ടാണ്? ഓഹരിയിലേക്ക് പണം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്? സാധാരണ മനുഷ്യൻ്റെ പ്രശ്നം. കാരണം അവൻ്റെ നികുതിയുടെ അവൻ്റെ വേർപ്പിൻ്റെയും പങ്ക് പറ്റുന്ന ആളാണ് നിങ്ങളൊരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ. അവരെ സേവിക്കല ഉദ്ദേശം. സർവീസ് എന്നാ വാക്ക്. ഞാനൊരു കാര്യം പറയാം. കേരളത്തിൽ ഗ്രാമസേവകൻ എന്നുള്ളൊരു തസ്തിക ഉണ്ടായിരുന്നു. ഈ ഗ്രാമസേവകന്മാരൊക്കെ തന്നെ പോയിട്ട് ഒരു നിവേദനം കൊടുത്തു ഗവൺമെന്റിന്. ഈ പേര് വളരെ അപമാനകരമാണ്, ഗ്രാമത്തെ സേവിക്കലാണല്ലോ, മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്തു? അവർ വേറൊരു പേര് പറഞ്ഞു, VEO, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. വളരെ ഗൗരവം. ശമ്പളത്തിന് മാറ്റമൊന്നുമില്ല കേട്ടോ, ഈ പേരിന്റെ വലിപ്പ പിടികിട്ടിയത്. അതുകൊണ്ട് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. മലയാളം പഠിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, മാതൃഭാഷയായിട്ടുള്ള, ഞാൻ കന്നഡക്കാരെ കുറിച്ചോ ഗോത്രഭാഷക്കാരെ കുറിച്ചോ അല്ല പറയുന്നത്, നിങ്ങൾ മലയാളം ഒഴിവാക്കിയിട്ട് ഇംഗ്ലീഷും അത് പഠിക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സർവീസ് ചെയ്യും, മറ്റു പണിയെടുക്കാം. മലയാളം മാധ്യമമായിട്ടുള്ള തൊഴിൽ എടുക്കാൻ നിങ്ങളെന്തിനാ ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഇംഗ്ലീഷ് പഠിക്കുന്നത് പുറത്ത് അവിടുത്തെ ആളുകളെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അതെന്താ ഇവിടെ ബാധകല്ലേ? അപ്പം ജനാധിപത്യം. ഇംഗ്ലീഷ് ഔപചാരികമായിട്ടും അനൗപചാരികമായിട്ട് പഠിക്കുന്നതിന് ആരാ എതിര് പറയുന്നത്? പക്ഷെ നിങ്ങൾ അതും കൊണ്ട് മലയാളം മാതൃഭാഷ എടുത്ത് പഠിപ്പിക്കാൻ വരരുത്. ഇപ്പോൾ ഇതുണ്ടായല്ലോ LP UP സ്കൂളുകളിൽ മലയാളം പഠിപ്പിക്കാൻ, മലയാളം അറിയാത്ത ഞങ്ങളെയും കൂടി പരീക്ഷ എഴുതിക്കാൻ സമ്മതിക്കണം എന്നല്ലേ ഇപ്പോൾ പറയുന്നത്? ശ്രദ്ധിച്ചില്ലേ അത്?
എന്നിട്ട് നമ്മൾ മലയാളത്തിന്റെ നിലവാര തകർച്ചയെ കുറിച്ചാണ് പറയുന്നത്. മലയാളം ഒരു അക്ഷരം പഠിക്കാത്ത ആളുകൾ LP UP ക്ലാസ്സിൽ മലയാള പാഠം മാത്രമല്ല എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ പഠിപ്പിക്കാൻ അനുമതി കൊടുത്ത ലോകത്തിലെ ഒരേ ഒരു വിചിത്ര സമൂഹമാണ് കേരളീയർ. എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ ഒരു വിദ്യാഭ്യാസ ചർച്ചയിലും പങ്കെടുക്കാറില്ല. ഇത് തിരുത്താതെ എന്ത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇപ്പൊ മാഷിന്റെ പ്രവർത്തനം കൊണ്ട് കൂടി തന്നെയാണ് മലയാള സർവകലാശാല ഉൾപ്പെടെ മലയാളത്തിലൊരു സർവകലാശാല അപ്പൊ അങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോ മലയാളത്തിൽ പരീക്ഷ എഴുതാം, മലയാളത്തിൽ പഠിക്കുക എന്നതൊഴിച്ചാല് മലയാള ഇതര വിഷയങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക്, മലയാള മാധ്യമത്തിൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല വിദ്യാർത്ഥികളിൽ നിന്നും. മലയാള സർവകലാശാലയിൽ പല വിദ്യാർത്ഥികളിൽ നിന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം മലയാള സർവകലാശാല തുടങ്ങേണ്ടത് അതിന് ഇപ്പോൾ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾക്കൊക്കെ ഒരു പദകോശം രൂപപ്പെടുത്തിക്കൊണ്ടല്ലേ? അപ്പോൾ മലയാള സർവകലാശാല ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയതെങ്കിലും അത് അതിന്റെ പാതയിൽ തന്നെയാണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? 2012 എന്തോ ആണ് തോന്നുന്നു തുടങ്ങിയത്. അപ്പോൾ ആ ലക്ഷ്യം ഇപ്പോഴും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ മലയാള സർവകലാശാലയ്ക്ക്? ഒന്നാമത്തെ കാര്യം, ഒരു സർവകലാശാല ചരിത്രത്തിൽ 10, 15, 20, 50 കൊല്ലം പോലും അതിനെ വിലയിരുത്താനുള്ളൊരു കൊല്ലമല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മലയാള സർവകലാശാലയുടെ കാര്യത്തിൽ ആദ്യം 2 തരം സമീപനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, മലയാള സാഹിത്യവും കേരളത്തിൻ്റെ ഈ പഴയ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു സാധനം എന്നുള്ള നിലയിൽ. രണ്ടാമത്തെ ആശയം, ആ ആശയമാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത്, ഐക്യമലയാള പ്രസ്ഥാനം. ഞാൻ കുറേ ലേഖനം എഴുതിയെന്ന് മാത്രം. ആശയം എന്താണെന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ പഠിക്കാവുന്ന, അതിൽ മലയാളം മാഷന്മാർക്ക് പ്രത്യേകതയൊന്നുമില്ല. അവിടെ മലയാള സാഹിത്യം പഠിപ്പിക്കും, ഒക്കെ വേറെ കാര്യം. പക്ഷെ അവിടെ സയൻസ് ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു സർവകലാശാല. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആശയമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളും തത്വചിന്തയും ഒക്കെ ഏത് വിഷയം ഉൾക്കൊള്ളാൻ കഴിയുന്ന മട്ടിലുള്ള ഒരു വലുപ്പം മലയാളത്തിന് ഉണ്ടാക്കുക എന്നുള്ളത് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് തുടങ്ങുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും അതിന് ഈ പറഞ്ഞ പരാധീനതകൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിരുന്നു. തുടങ്ങിയ ഘട്ടത്തിൽ ആദ്യത്തെ VC ആയ ഘട്ടത്തിൽ, ജയകുമാർ VC ആയ ഘട്ടത്തിൽ ഒന്നാമത്തെ ആദ്യം പറഞ്ഞ മട്ടിലുള്ള സർവകലാശാല അവർ സങ്കല്പിച്ചത് MA നോവൽ, MA കവിത എന്നൊക്കെ പറഞ്ഞ് സങ്കല്പിച്ചിരുന്നു. അത് ഞങ്ങളൊക്കെ വിമർശിച്ചതിന്റെ ഭാഗമായിട്ടാണ് അത് തിരുത്തുകയും ഇപ്പോഴത്തെ നിലയിലേക്ക് എത്തുകയും ചെയ്തത്. അവിടെ ഇപ്പോൾ MSc പരിസ്ഥിതി മലയാളത്തിലാണ് പഠിപ്പിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതൊക്കെ പത്രങ്ങള് വെണ്ടൊക്കെ നിരത്തേണ്ട ഒരു കാര്യമല്ല. നോക്കൂ, കേരള ചരിത്രത്തിൽ ഒരു ഭാഷ ആദ്യമായിട്ട് സയൻസ് കോഴ്സിന്റെ PGക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഗവേഷണത്തിന്, സാമൂഹ്യശാസ്ത്രത്തിന്റെ സയൻസിന്റെയും ഗവേഷണത്തിന് മലയാളം ഉപയോഗിക്കുന്നുള്ള കേരള ചരിത്രത്തിലെ പ്രധാന സംഭവമല്ലേ? അത് തിരിച്ചറിയുന്നത്. നമ്മൾ ഈ ഘടനാ പരിവർത്തനങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. ഒരു മാർക്ക് തട്ടിപ്പോ അതൊക്കെ അത് പത്രത്തിൽ വരണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ വലിയ വാർത്തയാണ്. നിയമന തട്ടിപ്പ് ഒക്കെ വരേണ്ടതാണ്. പക്ഷെ അതിനേക്കാൾ എത്ര ആഴത്തിലുള്ള ഒരു കാര്യമാണ് ഒരു സർവകലാശാലയിൽ മറ്റ് വിഷയങ്ങൾ, സയൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ PG തലത്തിലും ഗവേഷണത്തിലൊക്കെ മലയാളത്തിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആശയമല്ലേ? അപ്പോൾ ആ തലത്തിലേക്ക് അത് പ്രവേശിച്ചു. തുടക്കത്തിൽ ഈ പ്രശ്നമുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുവേണ്ടി ഞങ്ങളാൽ കഴിയുന്ന ചില പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാഷയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിൻ്റെ ഉദ്ദേശം തന്നെ സർവകലാശാല തലത്തിൽ പാഠപുസ്തകങ്ങൾ മലയാളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ അത് ഉണ്ടായെന്താണെന്ന് വെച്ചാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ NVയുടെ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം, NV കൃഷ്ണവാര്യരുടെ കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സാഹിത്യ വിമർശനമൊക്കെ പ്രസിദ്ധീകരിക്കാനുള്ള സ്ഥലമായിട്ട് മാറിപ്പോയി എന്നുള്ള വലിയ ഒരു ഗതിമാറ്റമുണ്ട്. ഞങ്ങളൊക്കെ അതിനെതിരായിട്ടാണ് നിൽക്കുന്നത്. ശാസ്ത്ര പുസ്തകങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള വിജ്ഞാന പരിപോഷണത്തിന് വേണ്ടി വിജ്ഞാന ഭാഷ എന്നുള്ള നിലയ്ക്ക് മലയാളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അത് വേണ്ടത്. അപ്പോൾ മലയാള സർവകലാശാലയ്ക്ക് ഇനിയുള്ള ഗതിമാറ്റത്തിൽ വേണ്ട ഒരു കാര്യം, വിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട്, സർവകലാശാല അടുത്തത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ ഇതിനുവേണ്ടി ഉപയോഗിക്കുക. മലയാള സർവകലാശാലയ്ക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുക. ഒന്ന്. രണ്ടാമത്തത്, 1960കളുടെ തുടക്കത്തിലാണ് സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിയത്. അതിൻ്റെ ഉദ്ദേശ്യം മലയാളത്തിൽ വിജ്ഞാനങ്ങൾ ഉണ്ടാക്കല. അപ്പോൾ ഇതൊന്നും തമ്മിൽ ഒരിക്കലും ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ കോർഡിനേഷന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടും മലയാള സർവകലാശാലയും തമ്മിൽ ഇപ്പോൾ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിഷയത്തിനനുസരിച്ചിട്ടുള്ള ലഘുവിജ്ഞാനകോശങ്ങൾ അവരിപ്പോൾ ഉണ്ടാക്കാൻ പോവാം. അത് തീർച്ചയായിട്ടും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ബാധകമായിരിക്കണം. ഇങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും അവിടെ ഇത് പഠിപ്പിക്കുന്ന അധ്യാപകരും അത് വളരെ പ്രധാനമാണ്. പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുടെ ക്ലാസ് നോട്ടുകൾ തന്നെയാണ് തീർച്ചയായിട്ടും അത്തരം പുസ്തകങ്ങൾ ഉണ്ടാകും. നമ്മളിപ്പോൾ കേരളമണിയത്തെ കുറിച്ച് പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ ARനെ കുറിച്ച് വലിയ അധ്യാപകരെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ, ഇപ്പോൾ സഷീറിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. ക്ലാസ് നോട്ടുകളാണ്
പിന്നീട് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് ആയത്. അപ്പോൾ അവിടെ ഈ മലയാളത്തിൽ പഠിപ്പിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരുടെ വിഷയങ്ങളിൽ അവരും പുസ്തകങ്ങൾ എഴുതുക, ഇത്തരത്തിൽ പൊതുസമൂഹത്തെയും പൊതുസ്ഥാപനങ്ങളെയും കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് 10 കൊല്ലം ഒന്നും അതിൻ്റെ ഒരു പിന്നെ വിധി പ്രസ്താവിക്കാനുള്ള സമയമല്ല. ഇപ്പൊ അത്തരത്തിലുള്ള സർവകലാശാലകൾ, ഇപ്പോൾ ഞാനൊക്കെ അതിൽ പറഞ്ഞൊരു മാതൃക ഹീബ്രു സർവകലാശാല, ഇസ്രായേലിന് നമ്മൾ രാഷ്ട്രീയമായിട്ട് എതിരാണെങ്കിലും അവർ ഹീബ്രു സർവകലാശാല ഉണ്ടാക്കിയെടുത്ത് നോക്കിയാൽ അറിയാം. ആദ്യത്തെ 10 കൊല്ലം പഠിക്കാൻ തന്നെ ആളുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് അവർ 10-ലേറെ നോബൽ സമ്മാനം ഹീബ്രു മാധ്യമത്തിൽ പഠിച്ച ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെയുള്ള ആൾക്കാർ നേടി. ഒരു കാലത്ത് അത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പോലും മാധ്യമമായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നടക്കുന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ കോർഡിനേറ്റ് ചെയ്യപ്പെട്ട, അതുകൊണ്ട് ഒരാളോ ഒരു പ്രസ്ഥാനമോ ഒരു സ്ഥാപനമല്ല, ഇതെല്ലാം ചേർന്ന ഒരു പൊതു നെറ്റ്വർക്കാണ് ഉണ്ടാവേണ്ടത്. അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ 5 കൊല്ലത്തെ അജണ്ടക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. ഈ ദീർഘകാലിക പദ്ധതി ഏറ്റെടുക്കുന്നതിൽ കേരള സമൂഹം വലിയ പരാജയം. നമ്മുടെ സർവകലാശാല സങ്കല്പങ്ങൾക്കൊക്കെ കുഴപ്പമുണ്ട്. നമ്മളിപ്പോൾ നോക്കിയാൽ നമ്മൾ വലിയ മഹാചിന്തകരാണെന്ന് പറഞ്ഞ ജർമ്മനിയിലും ഫ്രാൻസിലുമൊക്കെയുള്ള ചിന്തകർ പഠിച്ച സർവകലാശാലകൾ ഇപ്പോഴും അതിൻ്റെ തുടർച്ചയിലാണ് നിൽക്കുന്നത്. മുന്നോട്ടേക്ക് അവർ പോയിട്ടുള്ളൂ. നമ്മൾ പലപ്പോഴും ഇതിനെയൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങളായിട്ട് മാത്രമല്ല കാണുന്നത്. അപ്പോൾ സർവകലാശാലകൾക്ക് ലക്ഷ്യം ഉണ്ടായിരിക്കുക, പൊതുസമൂഹത്തിന് പൊതുവായ അജണ്ട ഉണ്ടായിരിക്കുക. ആ അജണ്ടകൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഈ പൊതു അജണ്ടകൾ തീർച്ചയായിട്ടും സ്വീകരിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ മലയാള സർവകലാശാല അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തും. യാതൊരു സംശയമില്ല. ഇപ്പോൾ മലയാള സർവകലാശാല എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു 12 വർഷ കാലയളവ് വലിയ കാലയളവല്ല. ആ നിലക്ക് ഒരു സർവകലാശാലയുടെ ചരിത്രത്തിൽ ഒന്നുമല്ല. അല്ല, പക്ഷെ അതിന്റെ അല്ല, അത് ശരിയായ പിന്നെ മാർഗത്തിലേക്കാണോ വഴിയിലേക്കാണോ പോകുന്നതെന്നാണ് നോക്കേണ്ടത്. ഇപ്പൊ ആണെന്ന് എൻ്റെ അഭിപ്രായം. ആദ്യം വഴി തെറ്റിയിരുന്നു. ഇപ്പൊ ഞാൻ പറയും, ഇപ്പോൾ കേരളത്തിൽ അക്രമം നടന്നാൽ ആ അക്രമത്തെ പോലീസ് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ തെറ്റായ വഴിക്കാന്ന് പറയാം. പക്ഷെ അക്രമം നടന്ന അയാൾ പിറ്റേന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വഴി ശരിയാണല്ലോ. അതുകൊണ്ട് നാളെ അക്രമം ഇല്ലാതായി ഒന്നുമില്ല, അക്രമം പിന്നെയും ഉണ്ടാവും. പക്ഷെ അക്രമം ഉണ്ടാവും തോറും അതിൽ നിയമ നടപടികൾ ഉണ്ടാവണം എന്നതുപോലെ സർവകലാശാല ഇപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ശരിയായ രീതിയിൽ പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം സൂക്ഷ്മ അധികാരിയായിട്ട് ഇപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി വേഗത അതിന് കൂടിയിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ അത് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു സംവിധാനം എന്താണെന്നുള്ളതും ലക്ഷ്യാക്കുന്നത് എന്താണെന്നുള്ളതും അവിടുത്തെ അക്കാദമിക സമൂഹവും ഏറെക്കുറെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഒരു പഠന മാധ്യമം എന്ന നിലയിൽ നമ്മൾ മലയാളത്തെ കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ. മൊബൈലിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്, ലാപ്ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഇപ്പോൾ മലയാളത്തിന് ആ ഒരു രീതിയിലേക്ക് ഇതും കൂടെ നമ്മൾ വളർത്തേണ്ടത്. ഇപ്പോൾ AI ഒക്കെ വന്നു കഴിഞ്ഞു. ഇംഗ്ലീഷിലുള്ളൊരു ആർട്ടിക്കിൾ നമുക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വികൃതമായിരിക്കും അത് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് യന്ത്ര തർജ്ജമയൊക്കെ വളരെ കൃത്യമായ ഒരു ട്രാൻസ്ലേഷൻ, ഒരു തർജ്ജമ തന്നെ കൊടുക്കുന്ന രീതിക്ക് ഉള്ള പ്രവർത്തനങ്ങളും മലയാള ഐക്യവേദിയുടെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതല്ലേ ഇനിയുള്ള കാലത്തെങ്കിലും? മലയാള ഐക്യവേദി എന്ന് പറയുന്ന സംഘടനക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം അത് കമ്പ്യൂട്ടർ വിദഗ്ധന്മാരുടെ ഒരു സ്ഥാപനമല്ല. അല്ല, എനിക്ക് തോന്നുന്നു അവരുമായിട്ട് ഉള്ള ഒരു അത് കാഴ്ചപ്പാടെന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. അതായത് കേരളത്തിലെ മലയാളം കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരുന്നതിൽ കേരളത്തിന് പുറത്തുള്ള മലയാളികളായ ശാസ്ത്രജ്ഞരോ അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധരോ എന്ന് പറയാവുന്ന ആളുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിക്കിപീഡിയൻ്റെ ഒക്കെ ചരിത്രം നോക്കിയാൽ അറിയാം. അപ്പോൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനെ യൂണിക്കോഡിലേക്ക് കൊണ്ടുവരുന്ന ഇപ്പോൾ സന്തോഷ് തോട്ടിങ്ങലിനെ പോലുള്ള ആളുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനു വേണ്ട ഫോണ്ടുകൾ തയ്യാറാക്കുന്നത് രചന ഫോണ്ട് പോലെ ഹുസൈൻ്റെ ഒക്കെ പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചേർന്ന വലിയ ഒരു പദ്ധതിയാണ് വേണ്ടത്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മലയാളത്തിൽ കമാൻഡ് കൊടുത്താൽ അനുസരിക്കുന്ന ഒരു യന്ത്രനെ ഉണ്ടാക്കിയ കുറച്ച് കൊല്ലം മുമ്പാണ്. അപ്പോൾ അത്തരം പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, ഇപ്പം മലയാളത്തിൽ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ആദ്യം പിന്നെ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കിയിരുന്നത് കമ്പ്യൂട്ടർ വരുന്നതോട് മലയാളം അവസാനിക്കുന്നു. എൻ്റെ ഒരു അധ്യാപകൻ ബ്രണ്ണനിൽ പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ മലയാളമൊക്കെ ഇപ്പോൾ അവസാനിക്കും, കാരണം കമ്പ്യൂട്ടർ വരാൻ പോകുന്നത്, കമ്പ്യൂട്ടറാണ് മലയാളത്തിൻ്റെ ഭാഷ, ഇംഗ്ലീഷാണ് കമ്പ്യൂട്ടറിൻ്റെ ഭാഷ. ആ അധ്യാപകം മരിച്ചുപോയെങ്കിൽ മലയാളം ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ സ്ഥലമൊക്കെ കയ്യേറി മലയാളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകൾ, അത് ലോകത്തിലെ എല്ലാ ഭാഷകളും ഇപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ പിന്നെ ആദ്യഘട്ടത്തിൽ ഇൻ്റർനെറ്റിൽ മലയാളം എത്ര ഉപയോഗിച്ചിരുന്നു, ഒരു 10 കൊല്ലത്തെ കണക്ക് പോലും എടുത്താൽ അറിയാലോ. 10 കൊല്ലത്തെ കണക്ക് നോക്കിയാൽ 10 കൊല്ലത്തിൽ ഇപ്പോൾ ആരെങ്കിലും പിന്നെ മലയാളികൾ തമ്മിലുള്ള ഡയലോഗിൽ, പൊതു ചർച്ചകളിൽ, രാഷ്ട്രീയ ചർച്ചകളിൽ, ട്രോളുകളിൽ ഒരു ഇംഗ്ലീഷ് ട്രോൾ കണ്ട ഒരു ഓർമ്മയുണ്ടോ? മലയാളത്തിലില്ലല്ലോ. അപ്പം ജനകീയവൽക്കരിക്കപ്പെട്ടു. ഈ ശാസ്ത്ര സാങ്കേതിക വികാസത്തിന് ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ അതിന് വലിയൊരു ജനകീയവൽക്കരണമുണ്ട്.
ഈ താളിയോലയിൽ നിന്ന് അച്ചടിയിലേക്ക് വന്നപ്പം 10,000-കണക്കിന് ആളുകളിലേക്ക് അക്ഷരം മാറിയതുപോലെ എത്തിച്ചേർന്നതുപോലെ ഈ വലിയ IT വിപ്ലവം ഏറ്റവും വലിയ ജനകീയ വിപ്ലവം കൂടിയാണ്. അത് ശരിയായ രീതിയിൽ കൊണ്ടുപോകണമെന്ന് മാത്രം. അപ്പോൾ ആ നിലയിൽ മലയാളത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് സർവകലാശാലകളൊക്കെ തന്നെ ഇപ്പോൾ AI വരുന്നതോടുകൂടി, നിർമ്മിത ബുദ്ധി വരുന്നതോടുകൂടി ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന സർവകലാശാലകൾ കേരളത്തിൽ അപ്രത്യക്ഷമാവുന്ന എൻ്റെ അഭിപ്രായം. കാരണം ഒറിജിനൽ അവിടെ കിടക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ അല്ലെങ്കിൽ കാംബ്രിഡ്ജിൽ, ഹാർവാർഡിൽ, പാരീസിൽ, ന്യൂയോർക്ക് സർവകലാശാലകളിൽ അവിടെ നിന്നൊക്കെ ഇംഗ്ലീഷിൽ ഒരു പ്രഭാഷണം അധ്യാപകർ എടുക്കുമ്പോൾ ഇവിടെ എന്തിനാണ് ഇംഗ്ലീഷിൽ നടത്തുന്ന ഇംഗ്ലീഷ് മുറിയൻ ഇംഗ്ലീഷിലുള്ള ഇവിടുത്തെ ഒരു ഫിസിക്സ് അധ്യാപകൻ്റെ ക്ലാസ്? ഉറപ്പല്ലേ? ബാക്കി നിൽക്കുന്നത് മലയാള സർവകലാശാലയാവും. മലയാളത്തിൽ ക്ലാസ് എടുക്കുന്ന ആളുകൾ കേരളത്തിലേ ഉണ്ടാവുള്ളൂ. അത് കേരള സമൂഹത്തിന് വേണ്ടിയുള്ള ക്ലാസ് ആവും. അപ്പോൾ ഞാൻ പറയാൻ നേരെ തിരിച്ചാണ്. അത് AI കാലഘട്ടം മലയാളത്തിൻ്റെ പുതിയൊരു കുതിപ്പിൻ്റെ കാലഘട്ടമാണ്. കാരണം കേരള സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു AI രൂപപ്പെടും. ഇപ്പോൾ ആൽഗരിതം വഴിയാണല്ലോ ഇതൊക്കെ പോകുന്നത്. നിങ്ങൾ ഇൻ്റർനെറ്റിൽ എത്രത്തോളം മലയാളം തപ്പുന്നുവോ അത്രത്തോളം മലയാളം അതിൽ പുരോഗമിച്ചു വരുമ്പോൾ വിക്കിപീഡിയ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കിട്ടും. നേരത്തെ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മലയാള വിദ്യാർത്ഥിക്ക് ഒരു 20 കൊല്ലം മുമ്പേ, മലയാള മാധ്യമത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു 20 കൊല്ലം മുമ്പേ ഇൻ്റർനെറ്റിൽ എന്ത് കിട്ടുമായിരുന്നു? ഒന്നും കിട്ടുമായിരുന്നില്ല. ഇപ്പോഴോ ന്യൂട്ടൻ്റെ അല്ല ഏറ്റവും പുതിയ സ്ട്രിങ് തിയറി ഏത് കാര്യമായാലും ശരി അയാൾക്ക് തപ്പിയിട്ട് ട്രാൻസ്ലേറ്റ് കൊടുത്താൽ അല്ലേ മലയാളത്തിൽ കിട്ടും. ഇപ്പൊ അതിന്റെ പഴയ പോലെയുള്ള തെറ്റുകളൊക്കെ കുറഞ്ഞു വന്നു. ഇപ്പോൾ അത് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ട്. അപ്പൊ യന്ത്രതർജ്ജമ ഞാൻ പറഞ്ഞത് ഒരു അടിയന്തരാവസ്ഥ പോലെ ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല. മെല്ലെ 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 അത് മാറും. ഇപ്പം മാറിയല്ലോ. ഇപ്പം എത്ര വിവരങ്ങൾ നമുക്ക് വെറുതെ അടിച്ചാൽ ഇപ്പോൾ മലയാളത്തിൽ കിട്ടും. ഞങ്ങളൊക്കെ പിന്നെ തത്വചിന്തയൊക്കെ വായിക്കുന്ന കാലത്ത് കിട്ടുന്നതിനേക്കാൾ എത്രയോ പുസ്തകങ്ങൾ ഇപ്പം മലയാളത്തിൽ കിട്ടും. ഇപ്പം ഫ്രഞ്ച്, ഇപ്പം സാർത്രൻ്റെ ഒരു പുസ്തകം ഫ്രഞ്ചിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കി ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ഇപ്പം എനിക്ക് പറ്റും. ഇംഗ്ലീഷിൽ വരാത്ത പുസ്തകം. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനെറ്റ് അല്ലെ IT മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളെ ലോക ഭാഷകളാക്കി എന്നാണ് ഞാൻ പറയാം. എന്താ കാര്യം? ഏറ്റവും പുതിയ വിജ്ഞാനത്തെ തൽസമയം മലയാളത്തിൽ കൊണ്ടുവരാം. മുമ്പ് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് നിർമ്മിത ബുദ്ധിയുടെ കാലം മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ വലിയ ഒരു കുതിപ്പിൻ്റെ കാലമാണെന്ന് ഞാൻ പറയാം. അതിനുമുള്ള പണിയെടുക്കണം, അത് പ്രധാനമായിട്ടോ. ഇതിനുവേണ്ടി ചില ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. അത് സന്തോഷ് തോട്ടിങ്ങൽ പറഞ്ഞിരുന്നു. മലയാള സർവകലാശാല ചെയ്യേണ്ട ഒരു പണി അദ്ദേഹം പറഞ്ഞത്, മലയാളത്തിൽ IT മേഖലയിൽ നടക്കുന്ന പരിവർത്തനങ്ങൾ മുഴുവൻ ഓരോ കൊല്ലവും അവലോകനം ചെയ്യുന്ന കോൺഫറൻസുകൾ സംഘടിപ്പിക്കണം. നമ്മളിപ്പോൾ ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നുണ്ടല്ലോ. അതുപോലെ മലയാളത്തിന് ഭാവിയിൽ വേണ്ട IT പുരോഗതി എന്തായിരിക്കണം എന്ന നിലയിലുള്ള വിലയിരുത്തലും നാളെ ഈ ഏതെല്ലാം മേഖലയിലേക്ക് പോകണം എന്നൊക്കെയുള്ള പിന്നെ നിലപാടുകൾ ഉണ്ടാവണം. അപ്പോൾ നോക്കൂ, ലോക മലയാളി ഇപ്പോൾ വന്നത്, ലോക മലയാള സമ്മേളനം പണ്ടേ വന്നെങ്കിലും ഇപ്പോൾ 24 ചാനലിൽ ശ്രീകണ്ഠൻ നായർ സംസാരിക്കുന്ന ലോകത്തിന് മുഴുവൻ ആളുകൾ കേൾക്കുകയാണ് അല്ലേ? അവിടെ എഴുതി കാണിക്കുന്നത് അമേരിക്കയിൽ ഇരുന്നിട്ടൊക്കെ ആൾക്കാർ കാണുകയാണ്. അപ്പോൾ ദൃശ്യമാധ്യമങ്ങളുടെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ വരവോടുകൂടി മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകൾ ലോക ഭാഷകൾ. അതുകൊണ്ട് ഞാൻ പറയുക, ഞാൻ എഴുതുകയും ചെയ്തു, ലോകഭാഷ എന്ന സങ്കല്പം പൊളിഞ്ഞു. ലോകഭാഷ അറബിക്കടല്ല. കാരണം ഏകഭാഷ ലോകത്തിന് മരണമണി എന്നാണ് ഞാൻ ലേഖനത്തിന് പേരിട്ടത്. അതുകൊണ്ട് ലോകഭാഷ ഇംഗ്ലീഷാണ് എന്ന് കരുതുന്ന കാര്യം പോയി. കാരണം വെലങ്ങനെയും കുറുങ്ങനെയും പല ഭാഷകൾ അവരവരുടെ ലോകം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മറ്റത് ഒറ്റ ഭാഷാ ലോകത്തിൻ്റെ അകത്ത് തുരുത്തുകളായിട്ടാണ് പ്രാദേശിക ഭാഷകൾ കരുതിയെങ്കിൽ ഇന്ന് എല്ലാ ഭാഷകളും ലോകഭാഷകളായി മാറി. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആലോചിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആലോചിക്കാനുള്ള തൻ്റെ ഇടം മലയാളിക്കും മലയാള സ്ഥാപനങ്ങൾക്കും ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും മുന്നോട്ട്. ഇപ്പം പക്ഷേ ഗോത്ര ഭാഷകളിലുള്ള രചനകൾ അധികം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം കേരളത്തിലായാലും ഗോത്രഭാഷകളിലുള്ള രചനകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ഗോത്ര മേഖലകളിൽ നിന്നുള്ള കുട്ടികളുണ്ടല്ലോ, അവർ വിദ്യാലയങ്ങളിൽ വരുന്ന കുട്ടികൾ പലപ്പോഴും അവർ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ അവർക്ക് അധ്യയനം സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ മലയാള ഐക്യവേദി ഗോത്രമേഖലകളിലുള്ള വിദ്യാർത്ഥികളെ കൂടി കാണേണ്ടതല്ലേ? അപ്പൊ അവരുടെ കൊഴിഞ്ഞുപോക്ക് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി അതിന് എന്തെങ്കിലും പ്രതിവിധി കാണാനായിട്ട് മലയാള ഐക്യവേദി പോലുള്ള സംഘടനകൾക്ക് സാധ്യമാവേണ്ടതല്ലേ? മലയാള ഐക്യവേദിയുടെ ആദ്യത്തെ നോട്ടീസിൽ 2009 നോട്ടീസിൽ ആദ്യ വാക്യത്തിൽ കേരളത്തിലെ ഗോത്രഭാഷകൾ ഉൾപ്പെടെയുള്ള അവയുടെ സംരക്ഷണത്തിനും പുരോഗതിക്കും കൂടി നിൽക്കുന്ന സംഘടനയാണ് മലയാള ഐക്യവേദി. ആദ്യത്തെ വാക്യം അതുകൊണ്ട് മാതൃഭാഷാ പ്രസ്ഥാന ജനാധിപത്യപരമായ കാഴ്ചപ്പാടിൽ അത് മുന്നോട്ട് വെച്ചത്. മാത്രമല്ല മലയാളവുമായി ബന്ധപ്പെട്ട എല്ലാ സമരങ്ങളിലും ഗോത്രഭാഷാ പ്രശ്നം ഉൾപ്പെടെ ഉന്നയിക്കാറുണ്ട്. ഇപ്പോൾ
2016 അന്നത്തെ മലയാള ഐക്യവേദിയുടെ പ്രസിഡന്റായ ഡോക്ടർ VP മാർക്കോസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയിൽ ഗോത്രഭാഷാ സംഘടനയുടെ പ്രതിനിധികൾ സംസാരിച്ചിട്ടുണ്ട്. പാലക്കാടൊക്കെ ഗോത്രഭാഷാ സംഘടനകളുടെ പ്രതിനിധികളാണ് സംസാരിച്ചത്. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത്. മാത്രമല്ല മലയാള ഐക്യവേദിയുടെ വയനാട് നടന്ന സമ്മേളനത്തിൽ ഒരു സെഷൻ മുഴുവൻ ഗോത്രഭാഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അത്തരം ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അതിനുള്ള ഇപ്പോഴും അതിൻ്റെ ഗ്രൂപ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല അത്തരം നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടുള്ള സിന്ധു സാജൻ്റെ ഡോക്യുമെൻ്ററി മലയാള ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിലപാട് തന്നെയാണ്. മാത്രമല്ല പിന്നെ പ്രധാനപ്പെട്ട ഗോത്രഭാഷാ കവികൾ ആ PSC സമരത്തിലൊക്കെ സമരവേദിയിൽ വന്ന് ഗോത്രഭാഷയിൽ ചൊല്ലിയിട്ടുണ്ട്. സൂതമാരിയൊക്കെ കേട്ടിട്ടുണ്ട് ആ കവിതകൾ. അപ്പോൾ ആ നിലപാട് തന്നെയാണ് നമുക്കുള്ളത്. അതിലൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ പ്രായോഗിക നിലപാടാണ് നമുക്ക് അതിനകത്ത് വേണ്ടത്. എല്ലാ മലയാളത്തിനും പരമാവധി എന്ന് നമ്മൾ പറയാം, ഗോത്രഭാഷയും പരമാവധി. ആ പരമാവധി ഓരോ ഘട്ടത്തിലും മാറി മാറി മുന്നോട്ടേക്ക് പോകും. ഇപ്പോൾ കേരളത്തിലൊരു 40ഓളം അല്ലെങ്കിൽ 40-ലേറെ ഗോത്രഭാഷകളാണുള്ളത് കേരളത്തിൽ. അതിൽ ചിലത് പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയ ഭാഷകളുണ്ടാവും, കുറച്ച് അധികം പേര് സംസാരിക്കുന്ന ഭാഷയുണ്ടാവും, ചിലത് അത്രയും എത്താത്ത ഭാഷകളുണ്ട്. ഇതിൽ ഓരോ ഭാഷയുടെയും ഘടന മനസ്സിലാക്കി അതിൻ്റെ സാമൂഹ്യമായ വിതരണം മനസ്സിലാക്കി അത് എത്രത്തോളം ഏറ്റവും പ്രാഥമിക തലം മുതൽ കൊണ്ടുവരാന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ആസൂത്രണമാണ് വേണ്ടത്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം ഈ ഗോത്രഭാഷകൾ അറിയുന്ന ആളുകൾ വേണം പ്രാഥമിക ഘട്ടം മുതൽ കുട്ടികളെ പഠിപ്പിക്കാൻ. ഇത് നമ്മൾ നിലപാടെടുത്തതാണ്. ഇപ്പോൾ ഗോത്രബന്ധു എന്ന് പറയുന്ന സർക്കാരിൻ്റെ പദ്ധതി അത് തന്നെയാണ്. അതായത് ഗോത്രഭാഷ അറിയുന്ന ആ സമൂഹത്തിന് പെട്ട ആളുകളോ അല്ലെങ്കിൽ ആ ഭാഷ പഠിച്ച ആളുകളോ ആ കുട്ടികളെ തുടങ്ങുന്നത് ഗോത്രഭാഷയിൽ. ഇപ്പോൾ കഥകളും പാട്ടുകളിലായിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നത്. ഇനി ആ ഗോത്രഭാഷ മുന്നോട്ട് പോവുകയും ആ പഠനം മുന്നോട്ട് പോവുകയും ചെയ്താൽ അത് എത്രത്തോളം മീഡിയം എന്നുള്ള നിലയ്ക്ക് ചെറിയ ക്ലാസ്സുകളിൽ തുടങ്ങാമെന്നുള്ളത് ആലോചിക്കണം. പക്ഷെ അത് വളരും തോറും മലയാളം ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകൾ, ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിച്ചു കൊണ്ടുവരാൻ കഴിയണം. ഇതാണ് അവിടെ പരമാവധി എന്നുള്ള വാക്കെടുക്കുന്നത്. ഗോത്രഭാഷയിൽ ഇപ്പോൾ തന്നെ ഐൻസ്റ്റീൻ്റെ തിയറി കൊണ്ടുവരാന്ന് വെച്ചാൽ നടക്കില്ലല്ലോ. അത് ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ നടക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇതിനടക്ക് നടന്നു വരും. പക്ഷെ ഇപ്പം നമ്മൾ തുടങ്ങണം, ഒരു സ്റ്റെപ്പിൽ മുന്നോട്ട് വെക്കണം. അങ്ങനെ അന്യവൽക്കരിക്കപ്പെട്ടു പോകുന്ന കുട്ടികളെ ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിച്ച് അവിടുന്ന് തുടങ്ങി അവരവിടെ തൽക്കാലത്തെ നിലയിൽ അവിടെ അവസാനിക്കാതെ ഏത് ഭാഷയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മട്ടിൽ ഇംഗ്ലീഷിലും ഒക്കെ എവിടെ പോയാലും സംസാരിക്കാനും ഒക്കെ കഴിയുന്ന മട്ടിലും കൂടി ആ കുട്ടികൾ വളരണം. മലയാളം തീർച്ചയായും കേരള സമൂഹത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മലയാളം കുട്ടികൾ പഠിക്കണം. ഈ നിലപാട് തുടങ്ങേണ്ടത് സ്വന്തം മാതൃഭാഷയിലാണ്, യാതൊരു സംശയമില്ല. ഈ ഗോത്രബന്ധു എന്ന് പറഞ്ഞല്ലോ ഈ സർക്കാരിന്റെ പരിപാടി, അതിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് തന്നെയാണോ നടക്കുന്നത്? അത് എത്രത്തോളം നടക്കുന്ന അറിയില്ല. അതങ്ങനെ പദ്ധതി ഉണ്ടെന്നുള്ളതും അത് പിന്നെ അതിൻ്റെ ഒരു രീതിശാസ്ത്രം എന്നുള്ള ആൾക്ക് ശരിയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിലെനിക്ക് തോന്നുന്നു 300 ജില്ലാനത്തെ അധ്യാപകരെ അവർ കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പാണ് നിയമിച്ചത്. എന്തായാലും നേരത്തെക്കാളും മുന്നോട്ടാണ് പോകുന്നത്. നമ്മൾ പലപ്പോഴും ഇത്തരം നിലപാടുകളെ കാണേണ്ടത് അത് വന്ന് 1-2 കൊല്ലം കൊണ്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല. അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ യുക്തി വെച്ചിട്ടാണ് അടുത്ത നിയമസഭയിൽ തന്നെ ഇതുകൊണ്ടെന്ന്. അതല്ല, ചരിത്രം അത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നത്, മണിക്കൂർ സൂചിയേക്കാളും മെല്ലിയ പോവുക. അപ്പോൾ അത് മെല്ലെ അത് തിരുത്തി അത് പോയിക്കൊണ്ടിരിക്കും. അതേസമയത്ത് ആ കുട്ടികൾക്ക് മറ്റ് എല്ലാ നിലക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. പക്ഷെ ഇതുകൊണ്ട് തടസ്സപ്പെടരുത്. മാത്രമല്ല മലയാളം അവർക്കൊരു ബാധ്യതയായി തീരരുത്. മലയാളം കൊണ്ട് അവർ അടിച്ചമർത്തപ്പെടരുത്. മലയാളം ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ അവർ അപരിഷ്കൃതരാണെന്ന് വരരുത്. മലയാളം അവർക്ക് അവരുടെ ഭാഷയിരുന്ന് ലോകത്തെ കാണാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. അത് അവർക്ക് തടവുമായിരിക്കരുത്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മപ്രകാശത്തിൻ്റെ ഭാഗമാവണം. ഞാൻ എന്താ ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ലേഖനം ഞാൻ വായിച്ചിരുന്നു. അപ്പൊ അതിൽ പറയുന്നുണ്ട്, അതായത് ഭാഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ ഈ ന്യൂനപക്ഷ ഭാഷാ വിരോധികളാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു സാഹചര്യം വെച്ച് അവിടെ പല ഭാഷകളും ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ മലയാളം മാത്രം എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ള ന്യൂനപക്ഷ ഭാഷകളുടെ അരികുവൽക്കരണമാണ് ഇവർ നടത്തുന്നത് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ വായിച്ചിരുന്നു പല ലേഖനങ്ങളിലുമായിട്ട്. അപ്പൊ അതിനുള്ള ഉത്തരവാണ് ഇപ്പൊ മാഷ് പറഞ്ഞത്. അതിൽ രസം എന്താണെന്നറിയോ, ഇപ്പോൾ കാസർഗോഡ് കന്നഡ മാധ്യമം ആണല്ലോ, പല മേഖലകൾ കന്നഡ മാധ്യമത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ. മലയാള ഐക്യവേദി, ഐക്യമലയാള പ്രസ്ഥാനം. ഐക്യമലയാള പ്രസ്ഥാനത്തിൻ്റെ ജാഥ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൻ്റെ അധ്യക്ഷനായിരുന്നത് കന്നഡയുടെ ഒരാളാണ്. അത് തിരുവനന്തപുരത്ത് എത്തുമ്പം അതിനെ സ്വീകരിച്ച് സംസാരിച്ചത് തമിഴനാണ്. കേരളത്തിലെ 2 അംഗീകൃത ന്യൂനപക്ഷ ഭാഷകളാണ് തമിഴും കന്നഡയും. ഇതൊക്കെ ബോധമുള്ള പ്രഖ്യാപനങ്ങളാണ്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ അത് രസം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൻ്റെ വിഷയം വരുമ്പോൾ മാത്രമേ അവർക്ക് കന്നഡയുടെ ന്യൂനപക്ഷതയെ പറ്റി പ്രശ്നമുള്ളൂ. ഇംഗ്ലീഷ് വരുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇംഗ്ലീഷ് മലയാളത്തെയും കന്നഡയും വിഴുങ്ങിയാലും പ്രശ്നമില്ല. പക്ഷേ മലയാളം കേരളത്തിൽ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ വിമർശനം ഒന്നുകിൽ പഠിച്ചിട്ടല്ല അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യങ്ങളാണ് പേരില്ല. അതുകൊണ്ട് അത് ഒന്നാമത്
ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾക്ക് അക്കാഡമിക്കുകളാണല്ലോ, ഒരു കാര്യം പഠിക്കുമ്പം അതിൻ്റെ രേഖകൾ പഠിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു, ഒരു പ്രസ്ഥാനത്തെ സൂക്ഷിച്ച് പഠിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും പഠിക്കാതെ നമ്മൾ ഇംപ്രഷൻ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അങ്ങനെയല്ലേ, സ്ത്രീവാദികൾ ആദ്യം സൊസൈറ്റി ലേഡികളാണ് അല്ലേ, അവർ പിന്നെ മഹാപുച്ഛാണ് മനുഷ്യരോട്, സാധാരണ സ്ത്രീകളോട് എന്നൊക്കെയല്ലേ ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്. കുറിപ്പില്ല കളരി മുതൽ സി വി രാമപിള്ള വരെ എഴുതിയല്ലോ അന്ന് മുതൽ. അത് മാറി 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 ഇപ്പം എവിടെ എത്തി എന്നതുപോലെ ഇതിലൊക്കെ മാറ്റം വരും. അത് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ കാണുന്നത്, അല്ലാണ്ട് ഒരു പുതിയ ആശയം ഒരിക്കലും ഒരു സമൂഹവും ഒറ്റയടിക്ക് പിന്നെ അംഗീകരിക്കില്ല. പ്രത്യേകിച്ചും അധികാരത്തിൻ്റെ അടിത്തറ ഇല്ലാത്തൊരു സാധനം. ഇതിന് അധികാരത്തിൻ്റെ അടിത്തറ ഇല്ലല്ലോ, സാമ്പത്തിക അടിത്തറയില്ല, മതത്തിൻ്റെ ബാക്കിംഗ് ഇല്ല, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ബാക്കിംഗ് ഇല്ല. ഇത്ര കാലം നിന്നുപോയതിന് അത്ഭുതമല്ലേ, ആലോചിച്ച് നോക്കിയാൽ. കാരണം മാത്രമല്ല, വേറൊരു രസം കൂടിയുണ്ട്. കേരളത്തിലിപ്പോൾ സ്ത്രീ പ്രസ്ഥാനമായാലും ദളിത് പ്രസ്ഥാനമായാലും പരിസ്ഥിതി പ്രസ്ഥാനമായാലും ഇതൊക്കെ, ദളിത് പ്രസ്ഥാനം ദേശീയ തലത്തിലൊരു അംഗീകാരമുണ്ട്, പരിസ്ഥിതി സ്ത്രീ പ്രസ്ഥാനങ്ങൾക്ക് അഖില ലോക അടിസ്ഥാനത്തിൽ അംഗീകാരമുണ്ട്. മലയാളത്തിന് എവിടെ അംഗീകാരം? ഇവിടെ അംഗീകാരമില്ല. മലയാളികൾ പറഞ്ഞാൽ മാത്രമേ മലയാള പ്രസ്ഥാനമുള്ളൂ. കേരളത്തിലെ പരിസ്ഥിതിവാദികൾ പറഞ്ഞില്ലെങ്കിലും ലോകത്തിൽ പരിസ്ഥിതിവാദം ഉണ്ടാവും. കേരളത്തിലെ സ്ത്രീവാദികൾ പറഞ്ഞില്ലെങ്കിൽ ലോകത്തിൽ സ്ത്രീവാദ പ്രസ്ഥാനം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ കേരളത്തിലെ ബുദ്ധിജീവികൾക്ക് പലർക്കും മലയാള പ്രസ്ഥാനത്തോടുള്ള പുച്ഛത്തിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ ഫൂക്കോ, ലക്കാൻ, ദറിദ തുടങ്ങിയവർ മലയാളത്തിന് വേണ്ടി വാദിക്കാത്തതുകൊണ്ടാണ്. അതേസമയത്ത് സിമോൺ ദി ബൂവെ, ഹെലൻ സെക്സു തുടങ്ങിയ പേരുകൾ അവിടുന്ന് കോട്ട് ചെയ്യാനുള്ളതുകൊണ്ട് സ്ത്രീവാദം പറയാൻ കുഴപ്പമൊന്നുമില്ല, ബുദ്ധിജീവികൾക്കും പറയാം. പരിസ്ഥിതിവാദത്തെ കുറിച്ച് പറയുമ്പോൾ ഗഹന പരിസ്ഥിതിവാദം അല്ലേ, അവിടെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമുക്ക് പറയാനുണ്ട് അവിടുന്ന് എടുക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ആധികാരികതയുള്ള ഒന്നും അംഗീകരിക്കാൻ മലയാളിക്ക് സാധ്യമല്ല, കാരണം അടിമ മനസ്സാണ്. ഇപ്പോൾ ഈ സാഹിത്യ പഠനം എന്നുള്ളത് നമുക്കത് നിർബന്ധമായിട്ടും വേണ്ട തന്നെയാണെന്നാണ് മാഷിന്റെ അഭിപ്രായം അല്ലേ? അതിപ്പോ അത് വേണ്ട എന്നുള്ള രീതിയിൽ ഉള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ശാസ്ത്ര വിഷയങ്ങളിലായാലും മറ്റു കുട്ടികൾക്ക്, മറ്റ് ഭാഷ ഇതര വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട, അവർക്ക് കഥയോ കവിതയോ ഒന്നും പഠിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും വരുന്നുണ്ട്. അതെങ്ങനെയാണ് സാഹിത്യ പഠനം എങ്ങനെയാണ് ഒരു കുട്ടിയെ പരുവപ്പെടുത്തുന്നത്? സാഹിത്യം എന്ന് ഞാൻ പറയുന്നത് സാഹിത്യം മാത്രമല്ല, സാഹിത്യം കലയൊക്കെ ഉൾപ്പെടുന്ന എസ്തെറ്റിക് എന്നൊരു വാക്ക് ഉപയോഗിക്കുക, സൗന്ദര്യാത്മകത. മനുഷ്യ നിർവചനമാണ് വിദ്യാഭ്യാസത്തിലെ പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യൻ എന്താണ്? മനുഷ്യൻ ഒരു കേവലം ബുദ്ധി കണക്കൂട്ടുന്നൊരു ജീവി മാത്രമാണോ? ലോജിക്കലായ ജീവി മാത്രമാണോ? മനുഷ്യന് വൈകാരികതയുള്ളൊരു ജീവിയാണോ? ഇതിന് ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വൈകാരികതയുള്ള ആളാണ് മനുഷ്യനെങ്കിൽ അല്ലേ, മനുഷ്യനെക്കുറിച്ച് പഠിച്ച ആളുകൾ വൈകാരികതയുള്ളൊരു ജീവിയാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് വൈകാരിക വിദ്യാഭ്യാസം. ശരിയാണല്ലോ? ഇത് വേണ്ട എന്നാണെങ്കിൽ കലയും സാഹിത്യം ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഒഴിവാക്കിയാലും വൈകാരികത മനുഷ്യനെ ഇല്ലാതാക്കുന്നില്ല അല്ലേ. ഇപ്പോൾ AK-47 തോക്ക് നിങ്ങൾ ഉപയോഗിച്ചാലും അതിനുവേണ്ടിയുള്ള ടെക്നോളജി പഠിക്കുകയും സാഹിത്യം ഒന്നും പഠിക്കാതിരിക്കുകയും ചെയ്താലും നിങ്ങൾ ആ AK-47 തോക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങളെ വികാരമല്ലേ നിശ്ചയിക്കുന്നത്. അപ്പം നിങ്ങൾ ഒഴിവാക്കിയാലും വികാരത്തിൽ നിന്ന് മനുഷ്യൻ പോകില്ല, കാരണം ജനറ്റിക്കലായിട്ട് നമുക്ക് കിട്ടിയൊരു സാധനമാണ്. ഇനി AI ഉണ്ടാവോ ഇല്ലോ എന്ന് എനിക്ക് പറയാനാവില്ല. AI തിരിച്ച് വികാരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ വൈകാരിക ജീവിയാണെങ്കിൽ സൗന്ദര്യബോധം എന്ന് പറയുന്നത്, സൗന്ദര്യബോധം ഞാൻ പറയുന്നത് വൈകാരിക അനുഭൂതിയുടെ ലോകത്തെയാണ് സൗന്ദര്യബോധം എന്ന് വിളിക്കുന്നത്. നിരാശ, ദുഃഖം, ഭയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ ഭാഗമാണെങ്കിൽ അത് കൂടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാകുമ്പോഴേ നിങ്ങൾ ആധുനികവൽക്കരിക്കപ്പെടുകയുള്ളൂ. ഇതാണ് കാര്യം. ഇപ്പം ഞാനതിനാൽ ഉദാഹരണം പറയാറ്, എന്തിനാ ആശാൻ്റെ കവിത പഠിക്കുന്നത്? 2009 നമ്മൾ സമരമൊക്കെ ചെയ്യുമ്പോൾ പലരും ചോദിച്ച ചോദ്യം, ആശാൻ നല്ല പലരുടെയും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ആശാൻ്റെ കവിത കാമത്തിൽ നിന്ന് പ്രേമത്തിലേക്കുള്ള പരിവർത്തനമാണ് നിങ്ങളിൽ ഉണ്ടാക്കുന്നത്. കാമവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം എന്താ? കാമം എന്ന് പറയുന്നത് കാമിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മറ്റേയാൾ കേവല വസ്തുവാണ്, കാമുകിയല്ല, വസ്തു. അത് ആ വസ്തുവിനെ കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടാനുള്ള ശ്രമം ഞാൻ നടത്തും, എനിക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അതിന് പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കൊല്ലും. ഇതാണ് കാമം അല്ലേ. പല സ്കൂളുകളിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതില്ലാത്ത സ്കൂളുകളിൽ പലതും നടക്കുന്നതും കൂടി ആലോചിക്കണം. സാഹിത്യം പഠിച്ച ആളുകളൊന്നുമല്ല, അങ്ങനെ ഉറപ്പിച്ച് പറയുന്നില്ല, പക്ഷെ അങ്ങനെ ആവാം. പക്ഷെ ആശാൻ്റെ കവിത ഉദാഹരണമാണ് പറഞ്ഞത്, ചങ്ങമ്പുഴ ആരും ആവാം, അല്ലെ ഏറ്റവും പുതിയ എഴുത്തുകാരൊക്കെ ആവാം. സാഹിത്യം നിങ്ങൾ പഠിക്കുമ്പോൾ, പ്രേമ കവിത നിങ്ങൾ പഠിക്കുമ്പോൾ ഈ കാമിക്കപ്പെടുന്ന വസ്തു അല്ല, അതൊരു വ്യക്തിയാണെന്നുള്ള ബോധം വരും. ഞാൻ അവളെ സ്നേഹിക്കുന്നത് പോലെ അവൾ എന്നെയും സ്നേഹിക്കണം എന്ന് പറയുന്നൊരു അപരബോധം വരും. ഈ അപരബോധം വൈകാരിക മണ്ഡലത്തിൽ ഉണ്ടാക്കുന്ന സാഹിത്യം. ആശാന്റെ നളിനിയും ലീലയും ഒക്കെ പഠിച്ച് ശരിയായ രീതിയിൽ പഠിപ്പിക്കപ്പെട്ട ഒരാൾ ഒരു പ്രേമത്തിൻ്റെ പേരിൽ, സോക്കോൾഡ് പ്രേമത്തിൻ്റെ പേരിൽ ഒരാളെ
തീ വെച്ച് കൊല്ലുന്ന ഞാൻ കരുതുന്നില്ല, വെട്ടിക്കൊല്ലുന്ന ഞാൻ കരുതുന്നില്ല. ഞാൻ പഠിപ്പിച്ച അധ്യാപകൻ എന്നുള്ള നിലക്കും ഇത് പഠിച്ച ഒരാളെന്നുള്ള നിലക്കും പറയുന്നു, ഈ ഒരു പ്രക്രിയ വേണ്ടേ? ഇതല്ലേ ആദ്യം വേണ്ടത്. നിങ്ങളൊരു പ്രേമിച്ച് കല്യാണം കഴിച്ചാലും അല്ലെങ്കിലും ഒരു സ്ത്രീയോടൊപ്പമാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അവൾക്ക് ഇങ്ങോട്ടൊരു നോട്ടം കൂടി ഉണ്ട് എന്ന് നിങ്ങൾ എന്താ ആരാ പഠിപ്പിക്കുന്നത്? ഫിസിക്സിൽ നിന്നാണോ കിട്ടുന്നത്? ബയോളജിയിൽ നിന്ന് അത് കിട്ടുന്നുണ്ടോ? ഇപ്പോൾ സ്ത്രീപീഡനം ഇല്ലാതാക്കാൻ വേണ്ടി ഈ ലൈംഗിക വിദ്യാഭ്യാസം പഠിച്ചാൽ മതി എന്ന് ഞാനത് എതിര് പറയുന്നില്ല. പക്ഷെ ലൈംഗിക വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന അപരത്വത്തെ വികാര ലോകത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നളിനിയുടെ പ്രേമത്തെ, ലീലയുടെ പ്രേമത്തെ, അല്ലെങ്കിൽ മറ്റനേകം രമണൻ്റെ അല്ലെ അരയവ, ഈവൻ ഇന്ദുലേഖയുടെ പോലും ആ പ്രേമത്തെ ഉൾക്കൊള്ളുന്ന സമയത്താണ് ഈ കുട്ടി, കൗമാരപ്രായത്തിലുള്ള കുട്ടി, ഒരു കാമഭാവം, ജൈവിക ഭാവമാണ് കാമഭാവം ഉള്ളത് നമുക്ക്, അതിനെ സാമൂഹ്യവൽക്കരിച്ച് എൻ്റെ ലോകത്തിലേക്ക് അവളെയും കൂടി ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ പ്രക്രിയ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനു വേണ്ടിയാണ് സാഹിത്യം പഠിക്കുന്നത്. ഇത് വേണോ വേണ്ടിയൊന്നും അവരെ ആലോചിച്ചാൽ മതി, ഇത്രേ ഉള്ളൂ. നഷ്ടം അവർക്ക് മാത്രം. എനിക്ക് സാഹിത്യം പഠിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ ലോകത്തെ സുന്ദരമായി കാണാൻ പഠിച്ചു എന്നുള്ളതാണ്. ദസ്തേവ്സ്കിയെ വായിച്ചുകൊണ്ടും ആശാനെ വായിച്ചുകൊണ്ടും ഒക്കെ ലോകം കുറച്ചുകൂടി സുന്ദരമായി, മനുഷ്യനെ കുറച്ചുകൂടി എനിക്ക് വാച്ച് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കുറ്റവും ശിക്ഷയും എനിക്ക്, അതുകൊണ്ട് ഏത് മനുഷ്യനും എനിക്ക് ഏറ്റവും അവസാനത്തെ കുറ്റവാളിയെ പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പഠിപ്പിച്ചു തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് വേണോ വേണ്ടി എന്നുള്ള ചോദ്യം അതൊന്നും. അതുകൊണ്ട് ഇതിനെ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്നൊരു വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് എൻ്റെ വാക്കല്ല, ഷില്ലറുടെ വാക്കാണ്. അതായത് വിദ്യാഭ്യാസം പൂർണ്ണമാകണമെങ്കിൽ ഈ ഒരു ഘട്ടത്തെയും കൂടെ സംവിധാനത്തെയും കൂടെ സംബോധന ചെയ്യണം എന്നുള്ളത്. മറ്റൊന്ന്, എന്തിനു സാഹിത്യം പഠിക്കുന്നു എന്ന് വെച്ചാൽ മതബോധത്തിൽ നിന്ന് മാറി നിങ്ങളൊരു പൊതുസമൂഹത്തിലേക്ക് എത്തുന്ന സാഹിത്യം. 19-ാം നൂറ്റാണ്ട് വരെ അധ്യാത്മരാമായണം എന്ന് പറയുന്ന ഒരു മതഗ്രന്ഥ അല്ലേ, ബൈബിൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ മാത്രമേ വായിച്ചുള്ളൂ, ഖുറാൻ മുസ്ലിങ്ങൾ മാത്രമേ വായിച്ചുള്ളൂ. അച്ചടി വന്ന് അധ്യാത്മരാമായണം മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും കയ്യിൽ കിട്ടിയാൽ അവർ ഭക്തരല്ലല്ലോ, പിന്നെ അവരെന്തിനാണ് വായിക്കുന്നത്? അവരൊരു സൗന്ദര്യബോധം കൊണ്ട് വായിച്ചു. സീതയുടെ ദുഃഖം അവരുടെയും ദുഃഖമായി. ബൈബിൾ ഞാൻ വായിച്ചു, ക്രിസ്ത്യാനി അല്ലാത്തൊരാൾ വായിക്കുന്നു, അതിൽ സ്നേഹം എന്ന് പറയുന്ന മൂല്യം ഞാൻ സ്വീകരിക്കുന്നു, ഖുറാനിലെ സാഹോദര്യം എന്ന് പറയുന്ന മൂല്യം ഞാൻ സ്വീകരിക്കുന്നു. ഇങ്ങനെ ആ പ്രത്യേക മതത്തിൻ്റെ ഭക്തിയോ വിശ്വാസമോ ഇല്ലാതെ ആ മതമൂല്യങ്ങളെ സാമൂഹ്യ മൂല്യങ്ങളാക്കി പൊതുസമൂഹം, മതേതര സമൂഹമാക്കി തീർക്കുന്നതിൽ ഭാഷയിലൂടെ വരുന്ന ഈ വിനിമയത്തിന് വലിയ പങ്കുണ്ട്. അത് മാതൃഭാഷയിലൂടെയാണ് വരുന്നത്. ഈ മൂല്യങ്ങൾ അടുത്ത ഘട്ട സാഹിത്യം നൽകുന്ന സൗന്ദര്യാത്മക മൂല്യം. അതുകൊണ്ട് ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ, അതിനെ വൈകാരികമായി അതിനെ ഉദ്ഗ്രഥിക്കുന്നതിൽ സാഹിത്യത്തിന് വലിയ പങ്കുണ്ട്. പല ഭാഗത്തു നിന്ന് വരുന്ന അരുവികൾ ചേർന്ന ഒരു വലിയ സാധനമായി തീരുന്ന പോലെ ഗോത്രഭാഷ എല്ലാം ചേർന്നുണ്ടാകുന്ന അനുഭവങ്ങളുടെ ഒരു സാകല്യമാണ് നമ്മൾ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു വാക്കും കൂടെ ഉപയോഗിക്കും, സൗന്ദര്യാത്മക സമുദായം എന്നൊരു വാക്കും കൂടി ഞാൻ ഉപയോഗിക്കും. ഇതുവഴി ഉണ്ടാകുന്ന ബന്ധങ്ങളിലൂടെ രൂപപ്പെടുന്ന സമൂഹത്തെയാണ് ഞാൻ സൗന്ദര്യാത്മക സമുദായം എന്ന് വിളിക്കുന്നത്. ആ സൗന്ദര്യാത്മക സമുദായ സൃഷ്ടിയിൽ സാഹിത്യത്തിനും കലക്കും വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ട കുറേ വ്യക്തികൾ സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന, ഒറ്റയായ മറ്റേയാൾ ശത്രുവായിട്ട് മാത്രം കാണുന്ന വ്യക്തികളുടെ സമാഹാരവും. ആ വ്യക്തികളെ മറികടന്ന് ഒരു സമുദായം എന്ന ആധുനിക അർത്ഥത്തിൽ ഒരു സമുദായമാക്കി മാറ്റി തീർക്കണമെങ്കിൽ എല്ലാതരം ആധുനിക അനുഭവങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മട്ടിലുള്ള സൗന്ദര്യബോധത്താൽ ബന്ധിതരായിരിക്കണം ഒരു സമൂഹം. അതൊരു ഭാഷാ സമൂഹം മാത്രമല്ല. ഇപ്പം എനിക്ക് ദസ്തേവ്സ്കി വായിക്കുന്നത് ഞാൻ റഷ്യക്കാരനായിട്ടല്ലല്ലോ, പക്ഷേ എൻ്റെ ഭാഷയിലൂടെ ഞാൻ അന്തർദേശീയനാക്കിയ എന്നെ മലയാളമാണ്. പാവങ്ങൾ വായിച്ചും ദസ്തേവ്സ്കി വായിച്ചും മലയാളമാണ് എന്നെ, മാർക്കേസിനെ വായിച്ചും മലയാളമാണ് എന്നെ ലോകപൗരനാക്കിയത്. അത് വെറും പൗരത്വമല്ല, ലോക സമുദായത്തിൻ്റെ അനുഭവങ്ങൾ മുഴുവൻ എനിക്ക് എൻ്റെ ഭാഷ തന്നു. ഇത് കുട്ടികൾക്ക് വേണോ വേണ്ടി എന്നുള്ള ചോദ്യം. മലയാള ഭാഷയ്ക്ക് വേണ്ടി നടന്ന സമരങ്ങളെയും സംവാദങ്ങളെയും കുറിച്ചിട്ടുള്ള അടയാളപ്പെടുത്തലാണ് മാഷിന്റെ മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം എന്നുള്ള പുസ്തകം. അപ്പോൾ അതിൽ 1980 മുതൽ ഇപ്പോൾ മലയാള ഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരത്തിൽ 1980 കാലഘട്ടത്തിൽ പ്രൊഫസർ ജോർജ് ഇരുമ്പയത്തിൻ്റെ മലയാള സംരക്ഷണ വേദി മുതൽ മലയാള ഐക്യവേദി വരെയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാഷ് പിന്നെ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് മലയാള ഐക്യവേദി പോലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയായിരിക്കും? കൂടുതൽ ഏത് മേഖലയിലാണ്, അതായത് മലയാള ഐക്യവേദി ഏത് മേഖലയിലാണ് കൂടുതൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകേണ്ടതെന്നാണ് മാഷ് കരുതുന്നത്? ഞാൻ മലയാള ഐക്യവേദിയിൽ ഇപ്പോൾ ഒരു സാധാരണ ഒരു അംഗം ആയിട്ടാണുള്ളത്. മലയാള ഐക്യവേദിയുടെ ഭാരവാഹികളൊക്കെ പുതിയ ആളുകളാണ്, ഒരു തലമുറ കഴിഞ്ഞു അത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ കമ്മിറ്റിയും സംഗതികളൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനതിലൊരു ഔപചാരിക അംഗമായിട്ട് നിൽക്കുകയും എൻ്റെ മറ്റ് മേഖലകൾ, എൻ്റെ വ്യക്തിപരമായ ചോദ്യമാണെങ്കിൽ ഞാൻ എൻ്റെ കലയും സാഹിത്യവും മറ്റ് ചിന്താ മേഖലകളുമായി ബന്ധപ്പെട്ടതിലാണ് വ്യക്തിപരമായിട്ട് ഞാൻ കൂടുതൽ ഉൾപ്പെടാൻ സാധ്യത. ഇനി മലയാള ഐക്യവേദിയായിട്ടൊരു 15 കൊല്ലത്തെ ബന്ധമുണ്ട്.
അപ്പം അതിനി തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ മലയാള ഐക്യവേദിയായിട്ടുള്ള ബന്ധം തുടരും തീർച്ചയായിട്ടും. പക്ഷേ എൻ്റെ മേഖല ഒരു പക്ഷേ കൂടുതൽ മറ്റ് മേഖലകളിലായിരിക്കും ഞാൻ കൂടുതൽ വായിക്കാനും എഴുതാനും ഒക്കെ സാധ്യത എന്നാണ് തോന്നുന്നത്. മലയാള ഐക്യവേദിയുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലോട്ടായിരിക്കണം പോകേണ്ടത്? ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങോട്ടായിരിക്കണം? അതിൽ ഈ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മലയാള ഐക്യവേദിക്ക് ചെയ്യാൻ കഴിയുന്ന പരിമിതമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ IT-യുടെ മേഖലയൊന്നും നേരിട്ട് മലയാള ഐക്യവേദിക്ക് ചെയ്യാൻ കഴിയില്ല. ചില മേഖലയിൽ ആശയങ്ങൾ ഉയർത്താൻ പറ്റും. ചില സ്ഥാപനങ്ങളെ ഏത് നിലയിൽ പോകണമെന്ന് പറയാൻ പറ്റും. മലയാള സർവകലാശാല പോലുള്ള ഇപ്പോൾ കോടതി ഭാഷയുടെ കാര്യത്തിലൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, അതിലിടപെടാനുണ്ട്. നേരത്തെ പറഞ്ഞ നിയമം, മലയാള പഠന നിയമം ഉൾപ്പെടെ ഇനിയും സ്ഥാപിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ ഭരണഭാഷയുടെ മേഖലയിലുണ്ട്. പഠനമാധ്യമം എന്നുള്ള നിലക്ക് പൂർണ്ണമായിട്ടും ഏകദേശം ഇല്ലാതാവുന്ന അവസ്ഥയുണ്ട്. ഈ മേഖലയിലുള്ള ചില അവബോധങ്ങൾ രൂപീകരിക്കലും അതേപോലെ തന്നെ അനിവാര്യമായിട്ട് വരുമ്പം സമരരംഗത്ത് ഇറങ്ങണമെങ്കിൽ ഇറങ്ങുകയും ചെയ്യാന്നുള്ളതാണ് മറ്റേത് സംഘടനയും പോലെ തന്നെ മലയാള ഐക്യവേദിക്കും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മാഷ് ഇത്ര നേരം ഭാഷയെ പറ്റിയും മാതൃഭാഷയെ പറ്റിയും മാതൃഭാഷയ്ക്ക് വേണ്ടി നടന്ന സമരങ്ങളെ പറ്റിയും സംവാദങ്ങളെ പറ്റിയും ഇനി മലയാള ഐക്യവേദി പോലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടും മലയാളിക്ക് മലയാളത്തോടുള്ള മതിപ്പിനെ പറ്റിയും അഭിമാന ബോധത്തെ പറ്റിയും ഒക്കെ മാഷ് ഇത്ര നേരം വളരെ ഗൗരവമായിട്ട് തന്നെ സംസാരിച്ചു. അപ്പോൾ ഇത്ര നേരം കേരളീയത്തിനോട് സംസാരിച്ച പവിത്ര മാഷിനെ നന്ദി പറയാണ്. നന്ദി മാഷേ.